ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയത് എന്തിന്? NDAയുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയത് എന്തിന്? അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്? ഈ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് പോയത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് യാത്ര, അതും ചാർട്ടേഡ് വിമാനത്തിൽ. ആരാണ് ചാർട്ടേഡ് വിമാനത്തിന്റെ പണം കൊടുത്തത്? ഈ ചോദ്യത്തിന് ഒന്നും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്തിനാണ് താങ്കൾ മംഗലാപുരത്തേക്ക് പോയത് എന്ന്. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, അതേക്കുറിച്ചൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതാണ് വി.ഡി. സതീശന്റെ മറുപടി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നോർക്കണം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് പോയത്. അത്രമാത്രം രഹസ്യമായി പോകേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാൻ അർഹതയുണ്ട്. കാരണം അന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തി മാത്രമല്ല എന്നോർക്കണം. പൊതുപ്രവർത്തകനാണ്, ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു യാത്ര നടത്തിയാൽ ആ യാത്രയുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കാൻ ജനങ്ങൾക്ക് അർഹതയുണ്ട്. അതിന് ഉത്തരം പറയാൻ വി.ഡി. സതീശന് ഉത്തരവാദിത്വവുമുണ്ട്. പക്ഷേ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ ഉത്തരം മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെ കൂടെയാണ് പോയത്? ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ SIT പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വ്യക്തിയോടൊപ്പമാണ്. അദ്ദേഹമാണോ ചാർട്ടേഡ് വിമാനത്തിന്റെ ചെലവ് വഹിച്ചത് എന്നതിനും ഉത്തരം പറഞ്ഞിട്ടില്ല വി.ഡി. സതീശൻ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ഉത്തരം, ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ നിയമിച്ചതിലൂടെ തെളിഞ്ഞതാണ്. എന്തിനാണ്? സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനത്തെ സ്പാർക്ക് ക്രിയേഷൻസിനെ രക്ഷിച്ചെടുക്കണം. അതിനുവേണ്ടി അതേ സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി, പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് വന്നു. ആരും അറിയില്ല എന്നാണ് കരുതിയത്. വലിയ പട്ടികയാണല്ലോ സർക്കാർ അഭിഭാഷകന്മാരുടെ, അതിൽ ഒരു പേര് മാത്രമാണിത്. പക്ഷേ പുറത്തു വന്നു, ചർച്ചയായി, പിൻവലിക്കേണ്ടി വന്നു സർക്കാരിന്. ഒന്നാമത്തെ ഉത്തരം എന്താണ്? ലക്ഷ്യം സ്പാർക്ക് ക്രിയേഷൻസിനെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് SIT ചോദ്യം ചെയ്ത വ്യക്തിയോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്തത് എന്നത് തെളിഞ്ഞു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും വാർത്തയാക്കിയില്ല. രണ്ടാമത്തെ കാര്യം ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്? 13,000 കോടി രൂപയുടെ അദാനിയുടെ ഓഹരി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി MSC കമ്പനിക്ക് വിൽക്കാൻ അതിന് സർക്കാരിന്റെ അനുമതി വേണം. സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കരാർ പ്രാബല്യത്തിൽ വരികയുള്ളൂ. അപ്പോൾ മുൻകൂട്ടി മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയുമായി ഒരു കൂടിക്കാഴ്ച, ഒരു ചർച്ച, ആ ചർച്ചയിൽ ധാരണയായി ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, സർക്കാർ അംഗീകാരം നൽകും എന്ന് പറഞ്ഞു. 13,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ വന്നു മാധ്യമങ്ങളിൽ. പിന്നീടാണ് കള്ളി വെളിച്ചത്തായത്. ഇത് അദാനിയും MSCയും തമ്മിൽ മാത്രമുള്ള ഇടപാടാണ്. അതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കേരളത്തിലേക്കാണ് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം, കേരളം കണ്ടതിൽ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം കേരളത്തിൽ വരുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ കേരളത്തിന്, സംസ്ഥാനത്തിന് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അദാനിക്ക് മാത്രമാണ് ഗുണം. അദാനിക്ക് മാത്രം ഗുണമുള്ള സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ എങ്ങനെ ഈ കരാറിൽ ഒപ്പിടാൻ പറ്റും? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥൻ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കണ്ടേ? ചോദിച്ചു, അനുമതി നൽകി. ആര്? പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ കരാറിൽ ഒപ്പിട്ട് മുന്നോട്ട് പോകാൻ അനുമതി നൽകുമെന്ന് അന്നേ ഉറപ്പ് നൽകി. മുഖ്യമന്ത്രിയായി കരാർ ഇതാ നടപ്പാക്കാൻ പോകുന്നു. വെറുതെയല്ല അദാനി തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനൊപ്പം പൊതുജന വികാരവും കൂടി അനുകൂലമാക്കാൻ കേരളത്തിലേക്ക് 13,000 കോടി രൂപയുടെ വൻ നിക്ഷേപം വരുന്നു എന്ന കള്ളവാർത്ത മാധ്യമങ്ങളിൽ വരുത്തിച്ചു. ആര് എന്ന ചോദ്യത്തിന് ഉത്തരം മാധ്യമങ്ങൾ പറയട്ടെ. പക്ഷേ എത്ര കിട്ടിയെന്ന് മുമ്പ് MP രാജേഷ് ചോദിച്ചില്ലേ? മദ്യക്കമ്പനിക്ക് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് അതേ ചോദ്യം ഇവിടെയും ചോദിക്കേണ്ടിയിരിക്കുന്നു. നാളെ ചോദ്യം ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കാം.